ജൂൺ 30 മുതൽ നവംബർ 30 വരെ ഈ നമ്പറിൽ നിന്നും ചെയ്തിട്ടുള്ള ട്രങ്ക് കോൾ ബില്ലുകളുടെ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പിയാണ് അതിലുള്ളത്. ഔസേപ്പച്ചന്റെ മരുമകൾ ഓമനയുടെ മരണം ജൂൺ 29 തീയതിയായിരുന്നു. ഔസേപ്പച്ചൻ നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തും. വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടാണ് ഈ മരണം ആത്മഹത്യയായിട്ട് റെഫർ ചെയ്യപ്പെട്ടത്. ഇതിലൊന്നും ഒരർത്ഥവുമില്ലേ മിസ്റ്റർ നാരായണൻ? നാരായണ, തന്റെ വണ്ടി ഇപ്പോഴും റോങ് സൈഡിൽ തന്നെ. ബി കെയർഫുൾ. നിങ്ങളല്ലേ പറഞ്ഞത് ഒന്നും പേടിക്കാനില്ല, ഒരു ചുക്കും സംഭവിക്കില്ല എന്ന്. എന്നിട്ടിപ്പോ എന്തായി? എന്തായി? എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അത് ഇയാളെ കുഴപ്പം കൊണ്ടാ. അതിന് ഞാൻ എന്ത് ചെയ്തു? മന്ത്രിമാരെ പരിചയമില്ലെന്ന് താനും നിന്നോട് അവരോട് പറഞ്ഞത്. പരിചയം ഉണ്ടെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ലേ? ഒലക്കേടെ മൂട, ഇയാളൊരു മരമണ്ടനാ. ഒരു പരിചയമില്ലാത്തവനും വെറുതെ ഒരു അന്തസ്സിന് വേണ്ടി പറയും 4 മന്ത്രിമാരെ പരിചയമുണ്ടെന്ന്. മന്ത്രിമാരെ കാണുന്നതും സംസാരിക്കുന്നതും തെറ്റാണെന്ന് ഒരു പുസ്തകത്തിലും പറഞ്ഞിട്ടില്ല. താനൊരു പൗരപ്രമാണിയാണ്, സമുദായ നേതാവാണ്, ബിസിനസ് മാഗ്നറ്റ് ആണ്. മന്ത്രിമാരെ കാണും, സംസാരിക്കും. അതിന് CBIക്ക് എന്ത് കോപ്പാടോ? അതെ, അവർക്കെന്ത് കാര്യം? എന്നോടല്ല ചോദിക്കേണ്ടത്, അവരോടായിരുന്നു. ചോദിച്ചില്ലല്ലോ. നാരായണൻ എവിടെ കുഴപ്പം പറ്റിയെന്നറിയാവോ? ആദ്യം അവര് ചോദിച്ചപ്പോ ആരെയും പരിചയമില്ലെന്ന് പറഞ്ഞു. അവര് തെളിവ് കാണിച്ചപ്പോ നിങ്ങൾക്ക് ഉത്തരവില്ലെന്നായി. അവര് നിങ്ങളെ ഭംഗിയായി കുരുക്കി. ആദ്യമേ നിങ്ങൾ ഉറച്ചു നിന്നിരുന്നെങ്കിൽ അവര് വന്ന പാടെ അങ്ങ് പോകുമായിരുന്നു. അപ്പോഴേ അവരിനി നിങ്ങളെയും കാണാൻ വരും. പല തന്ത്രങ്ങളും ഉപയോഗിക്കും. വഴങ്ങരുത്. അവരിനി എപ്പോഴാണാവോ എന്റെ അടുത്തേക്ക് വരുന്നത്? ഞാനും 2 മാസത്തെ ലീവ് എടുത്താൽ എന്താന്ന് ആലോചിക്കുക.